2018 മഹാപ്രളയത്തിൻ്റെ അതിൻ്റെ ഒരു എൻ്റെ വീട്ടിലും ഏതാണ്ട് ഞാൻ താമസിച്ച വീടിൻ്റെ ഒന്നാമത്തെ നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെട്ട് മാസങ്ങൾ അവിടെ നിന്ന് എൻ്റെ വീട് എനിക്ക് തുറക്കാൻ പറ്റിയത് എൻ്റെ വീടെന്ന് ഞാൻ മാത്രമല്ല എൻ്റെ ആ ഭാഗത്തുള്ള എല്ലാവർക്കും ചെങ്ങന്നൂർ, ആറന്മുള, റാന്നി, ഇങ്ങോട്ട് താഴോട്ട് തിരുവല്ല ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീടൊന്ന് തുറക്കാൻ പറ്റിയത്. വീട് തുറന്നു കയറുന്ന ഇപ്പോഴും അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. കതക് വളരെ പ്രയാസപ്പെട്ട് തുറക്കുമായിരുന്നു, കാരണം ചെളി വന്ന് അടിഞ്ഞത് കാരണം കതക് തുറന്നകത്ത് കയറുമ്പോൾ ചത്ത പാമ്പുകളെ അടക്കം വീടിനകത്ത് കണ്ടതാണ്. അപ്പോൾ ആ സന്ദർഭത്തിലൊന്നും അത്രയധികം ആളുകൾ മരണപ്പെട്ട് അത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു മഹാപ്രളയം ഉണ്ടായിട്ട് പോലും അന്നൊന്നും അതിൻ്റെ ഒരു ഘട്ടത്തിലും ഗവൺമെന്റിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഗവൺമെന്റിനൊപ്പം നിന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്ന് സ്വാഭാവികമായും പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രളയത്തെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടാനാണ് അന്നത്തെ പ്രതിപക്ഷം പരിശ്രമിച്ചത്. പക്ഷെ ഇന്ന് രണ്ടാമത്തെ ദിവസം മുതൽ രാഷ്ട്രീയ ആരോപണങ്ങൾ, അധിക്ഷേപങ്ങൾ ഒക്കെ ആയിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് രണ്ടര മാസമേ ആയിട്ടുള്ളൂ. മുന്നൊരുക്കങ്ങൾ പാളി എന്ന് പറയുമ്പോൾ 2018 ഒരു മഹാപ്രളയം ഉണ്ടായിട്ട് ഇവിടെ റീബിൽഡ് കേരള എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടാക്കി. എന്തായി 7 വർഷം കൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണ്? റൂം ഫോർ റിവർ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഖജനാവിലെ പണം ചെലവഴിക്ക് നെതർലൻഡ്സിൽ പോയി റൂം ഫോർ റിവർ പഠിച്ചു വന്നു, കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എന്തായി റൂം ഫോർ റിവറിൻ്റെ അവസ്ഥ? അതിനുശേഷം എന്താണ് ഈ മുന്നൊരുക്ക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആധുനികമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. 7 വർഷം ലഭിച്ചിട്ട് അവരൊന്നും ചെയ്യാത്തതിൻ്റെയാണ് വീണ്ടും ജനങ്ങൾ അനുഭവിക്കുന്നത്. എന്തിന്? വന്നടഞ്ഞ ചെളിയും മണലും വാരാൻ ഒരു തീരുമാനം എടുത്തെങ്കിൽ ഇപ്പോൾ എന്താ പമ്പാ നദിയിൽ പ്രശ്നം? മുമ്പ് പെയ്യുന്ന അത്രയും മഴ പെയ്യണ്ട, ഇപ്പോൾ നദി കരകവിഞ്ഞൊഴുകാൻ. കാരണം അതിനകത്ത് ചെളിയും മണലും ചെളിയിൽ അകത്ത് പൂണ്ട് കിടക്കുന്ന തടിയും എല്ലാം കാരണം സ്റ്റോറേജ് കപ്പാസിറ്റി പകുതി ആയിരിക്കുകയാണ്. ഡാമിന്റെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പോ 2 പ്രധാന ഡാമിലും 50% താഴെയായിരുന്നു, പമ്പയിലും കക്കിയിലും. അത് കാരണം നമുക്ക് ഈ വലിയ മഴ വന്നിട്ടും ഡാമിനെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ആ ഡാമുകളിലടക്കം ഈ പറഞ്ഞ ചെളിയും മണലും വാരി സ്റ്റോറേജ് പഴയതാക്കി നിലനിർത്താനുള്ള നടപടി പോലും 7 വർഷം ഒരു പ്രളയത്തിന് ശേഷം ലഭിച്ചിട്ടും ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് 2-2.5 മാസമായ ഒരു ഗവൺമെന്റിനെ ഒരു പ്രളയമുണ്ടായ രണ്ടാമത്തെ ദിവസം വിമർശിക്കുന്നതിൻ്റെ ഔചിത്യം അവർ പരിശോധിക്കേണ്ടതാണ്. ഈ ഗവൺമെന്റിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇപ്പം ക്യാമ്പിലെ പ്രശ്നം പരിശോധിച്ചാൽ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്താനുള്ള തുക അഡ്വാൻസായി അനുവദിച്ചു. അത് തഹസിൽദാർമാർക്ക് കൊടുത്തു, പഞ്ചായത്തുകൾക്ക് അതിനുള്ള അവകാശങ്ങൾ കൊടുത്തു. വില്ലേജ് ഓഫീസർമാരോട് ആദ്യം സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങണമെന്നായിരുന്നു പഴയ ഒരു ഉത്തരവ്. ചിലപ്പോൾ രാത്രിയിൽ തുടങ്ങുന്ന ക്യാമ്പിൽ സപ്ലൈകോ രാത്രിയിൽ ഉണ്ടാകണമെന്നില്ല, ലോക്കൽ പർച്ചേസ് നടത്തിക്കോ, പണം ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്പത്ത് ഒരു പ്രശ്നമല്ല. അപ്പം എല്ലാ കാര്യങ്ങളും, പിന്നെ അസാധാരണമായ സാഹചര്യം, അസാധാരണമായ മഴ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട പോരായ്മകൾ ഉണ്ടാകും. അതെല്ലാ കാലത്തും മലയാളി ഒരുമിച്ച് നിന്നാണ്, രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിന്നാണ് അത് പരിഹരിച്ചിട്ടുള്ളത്. നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ? 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസവും 2018 അന്നത്തെ പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ വിമർശനവുമായി വന്നിട്ടുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പരിശോധിക്കാം. ഇതിനേക്കാൾ കൂടുതൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടില്ലേ? ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്കും ഈ ഗവൺമെന്റ് വിമർശനാതീതരൊന്നുമല്ല. പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളായിട്ട് ഞങ്ങളതിനെ പരിശോധിക്കത്തുള്ളൂ, പരിഗണിക്കത്തുള്ളൂ. പക്ഷേ ഈ നിമിഷം, ഈ ദിവസം, 2ാം ദിവസം തന്നെ ഇത് വേണ്ടിയിരുന്നോ എന്നുള്ളത് അവര് പരിശോധിക്കേണ്ട ഔചിത്യത്തിന്റെ ഒരു കാര്യമാണ്. തീരുമാനമുണ്ട്. സർക്കാർ അവരുടെ തെരച്ചിൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അവരുടെ പരാതികൾ കേട്ടിട്ടുണ്ട്. അവരിന്ന് രാവിലെയും മാധ്യമങ്ങളുമായി സംസാരിക്കുന്ന ഞാൻ കണ്ടു.
അത് ആ ഊർജിതമായി വിഴിഞ്ഞത്ത് തെരച്ചിൽ നടക്കുന്നുണ്ട്, നീണ്ടകരയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ അവരെ ലഭിച്ചിട്ടില്ല. കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള തെരച്ചിൽ ഊർജിതമാക്കുക. അത് മാറ്റിവെച്ചിട്ടുണ്ട്. അതിപ്പം പുതിയ ഡേറ്റ് ആയിട്ടില്ല. ആ മീറ്റിംഗ് കഴിയുമ്പോൾ റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ആ വീഴ്ച എവിടെയാണ് ഉണ്ടായെന്നുള്ളത് അന്വേഷിക്കുന്നു. അത് വളരെ ഗൗരവത്തിൽ തന്നെ അന്വേഷിക്കും.